ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇനി പെൻഷൻ കിട്ടും, കൈ നീട്ടി കാത്തിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒക്കെ കിട്ടുമായിരിക്കും, കിട്ടട്ടെ. ഇന്നലെ അവസാനിച്ച മുഖ്യമന്ത്രിക്കായുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും തുടരുമെന്ന് കേൾക്കുന്നു. നേതാക്കൾക്കൊപ്പം ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്തവരെയും ഡൽഹിക്ക് വിളിപ്പിക്കുമോ ഹൈക്കമാൻഡ് എന്നൊരു പ്രേക്ഷകരുടെ മെസ്സേജുണ്ട്. പെട്രോൾ ഡീസൽ വില കൂട്ടിയാൽ നമുക്ക് പുല്ലാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വണ്ടിയില്ലല്ലോ, നടന്നുപോയാൽ പോരെ എന്നുള്ളതാണ്. എല്ലാ വർഷവും സ്കൂൾ തുറക്കാനാകുമ്പോൾ പുസ്തകവും യൂണിഫോമും ഒക്കെയാണ് കിട്ടാൻ വൈകാറ്. ഈ പ്രാവശ്യം ഒരു വിദ്യാഭ്യാസ മന്ത്രിയും കൂടി കിട്ടാൻ വൈകുമോ എന്ന് മറ്റൊരു പ്രേക്ഷകൻ സലാമും ചോദിക്കുന്നു. കസേരകളി വിജയകരമായ 2ാം വാരത്തിലേക്ക് നൌഷാദ് പാലമേട് ജയ് ഐക്യമുന്നണി എന്ന് വേറൊരു പ്രേക്ഷകർ. നടുക്കടലിലായാലും ഡാഷ് നക്കിയെ കുടിക്കൂ എന്നതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. കേവല ഭൂരിപക്ഷം ഇല്ലാത്തവരും ഉള്ളവരും മന്ത്രിസഭ രൂപീകരിച്ചു. കോൺഗ്രസിന് ഇതുവരെ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്ന് ദിലീപ് എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ. നീ പറയുന്നു എല്ലാത്തിനും വില കൂട്ടാം എന്ന് വേറൊരു പ്രേക്ഷകൻ പറയുന്നു. ഞാൻ പറയുന്നതല്ല, തീരുമാനമാണ്. കർണാടകയിലെ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പാണക്കാട് ലീഗിലെത്തി തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം നടക്കാൻ പോകുന്നത്? അരുൺ ചേട്ടാ, എനിക്കൊരു ഹായ് തരുമോ? അതിൻ്റെ ഇടയ്ക്കും ആന കാര്യത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല, എന്നാലും ഹായ്.